പ്രൈസ് ദി ലോർഡ്. പണ്ടൊരിക്കൽ ഒരു വീട്ടിലാണെങ്കിൽ ഒരു അച്ഛനും അമ്മയും ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കൊച്ചിന്റെ പേരായിരുന്നു മേരി ജോൺസ്. അങ്ങനെ ഒരു പാവപ്പെട്ടവരായിരുന്നു. ഈ മേരി ജോൺസിന്റെ അച്ഛൻ ഒരു പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെ അവരുടെ അത്ര പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മേരി ജോൺസിനെ അവർ സ്കൂളിൽ വിടത്തില്ലായിരുന്നു. ഇവിടെ അവർക്ക് നിവൃത്തിയില്ല. അങ്ങനെ ഈ മേരി ജോൺസിന്റെ അമ്മയും എല്ലാ സൺഡേയിലും ചർച്ചിൽ പോകുമായിരുന്നു. എല്ലാ സൺഡേയും മുടങ്ങാതെ മേരി ജോൺസിന്റെ അമ്മയും ചർച്ചിൽ പോയിരുന്നു. അങ്ങനെ ഈ അവിടുത്തെ പാസ്റ്റർ പറയുന്ന വചനങ്ങളൊക്കെ മേരി ജോൺസിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. വചനവും കഥയും അതൊക്കെ മേരി ജോൺസിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ അതെല്ലാം മേരി ജോൺസ് കേട്ട് മൈൻഡ് വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് മേരി ജോൺസിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു ആ വചനങ്ങള്. അങ്ങനെ ഒരു ദിവസം ആണെങ്കിൽ മേരി ജോൺസിന്റെ അമ്മയും കൂടെ പോകുന്ന വഴിക്കാണെങ്കിൽ മേരി ജോൺസിന്റെ അമ്മേരെ ഒരു കാലില് ഒരു കല്ല് തട്ടിയങ്ങ് വീഴും. അങ്ങനെ ആ മേരി ജോൺസ് കരയുമ്പോ മേരി ജോൺസിന്റെ അമ്മ പറയും, മേരി ജോൺസ് നമ്മളിങ്ങനെ വിഷമിക്കാൻ പാടില്ല, ഇങ്ങനത്തെ ഒരുപാട് കഷ്ടങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും, അപ്പോൾ നമ്മൾ അതിനെ കരയാനും വിഷമിക്കാനൊന്നും പാടില്ല എന്ന് പറയും. എന്നിട്ട് കുറച്ച് വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നിന്റെ കാൽ കല്ല് തട്ടി പോകാതിരിക്കണം, നിന്റെ കയ്യിൽ വഹിച്ചു കൊള്ളും അങ്ങനത്തെ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നിന്റെ വചനം നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആയിരിക്കും. ആ വചനങ്ങളൊക്കെ കുറെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ മേരി ജോൺസ് അതൊന്നും മറക്കാതെ എവിടെയൊക്കെ പോയാൽ ആ വചനം ഓർമ്മിച്ചുകൊണ്ട് മേരി ജോൺസ് പോകും. അങ്ങനെ ഈ മേരി ജോൺസിനാണെങ്കിൽ ഒരു ആഗ്രഹം വരും, ഒരു ബൈബിള് വേണമെന്ന്. അങ്ങനെ ഈ മേരി ജോൺസ് അവിടുത്തെ പാസ്റ്ററിന്റെ അടുത്ത് ചോദിക്കും, പാസ്റ്ററെ എനിക്കൊരു ബൈബിള് വേണം, അത് എവിടെ കിട്ടും പാസ്റ്റർ, അത് എത്ര രൂപയാണെന്ന് ചോദിക്കും. അങ്ങനെ പാസ്റ്റർ പറയും, അയ്യോ മേരി ജോൺസ്, ഇത് ഒരു ദൂരെ ഒരു എഡ്വേർഡ് ചാർലസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, ആ പാസ്റ്ററിന്റെ കയ്യിലെ ബൈബിള് കിട്ടത്തുള്ളൂ, അത് ഭയങ്കര വിലയാണെന്ന് പറയും. അങ്ങനെ ഈ മേരി ജോൺസ് ഇട്ടി വന്നിട്ട് മേരി ജോൺസ് ആണെങ്കിൽ ഒരു പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് മേരി ജോൺസിന് ഒരു ഐഡിയ വരും. ഈ കിട്ടുന്ന ഈ ചുള്ളിക്കമ്പും അതൊക്കെ ഈ ബാക്കിയുള്ള വീട്ടിലൊക്കെ കൊടുക്കുമ്പം അതിൽ നിന്ന് വരുമാനം കിട്ടുമായിരുന്നു. അങ്ങനെ ഈ വലിയ അമ്മയൊക്കെ പോകുന്ന സമയം അമ്മയ്ക്ക് കൂടെ പിന്നെ പാത്രവും അതൊക്കെ തേക്കാൻ മേരി ജോൺസും കൂടെ പോകുമായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന കാശ് മേരി ജോൺസ് ഒന്നും മേടിക്കാതെ അതാ ഒരു വഞ്ചിയിലിട്ടങ്ങ് വെക്കും. അങ്ങനെ ഈ മേരി ജോൺസ് 6 വർഷം ഇങ്ങനെ കഷ്ടപ്പെടും. അങ്ങനെ ഇപ്പൊ മേരി ജോൺസിന് ഇപ്പം 16 വയസ്സാണ്. അപ്പം 6 വർഷം കഷ്ടപ്പെട്ടപ്പോ മേരി ജോൺസ് ഇപ്പൊ 16 വയസ്സായി. അങ്ങനെ ഈ മേരി ജോൺസ് ഇപ്പം പൈസ റെഡിയായി. ഇനി മേരി ജോൺസ് ബൈബിള് വായിക്കാൻ അറിയത്തില്ലല്ലോ, അക്ഷരം പഠിക്കണ്ടേ. അക്ഷരം പഠിക്കാൻ വേണ്ടി മേരി ജോൺസിന്റെ അമ്മയടുത്ത് പറയും, അമ്മ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ചെറിയൊരു സ്കൂളിൽ വിടും, എനിക്ക് ബൈബിള് പഠിക്കാൻ ഇച്ചിരി അക്ഷരത്തിന് വേണ്ടിയാണ്, കുറച്ച് ദിവസം വിടുമോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ മേരി ജോൺസിന്റെ അമ്മ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മേരി ജോൺസിനെ കുറച്ച് ദിവസത്തേക്ക് സ്കൂളിലോട്ട് വിടും. അവരുടെ വീട്ടിലൊരു ചെറിയ ഒരു അടുത്ത് തന്നെ ഒരു ചെറിയ സ്കൂളുണ്ട്, അവിടെ അങ്ങ് വിടും. അങ്ങനെ ഇപ്പം മേരി ജോൺസിന് ഇപ്പൊ അക്ഷരം നല്ലതായിട്ട് അറിയാം. അങ്ങനെ മേരി ജോൺസിന്റെ അമ്മയടുത്ത് പറയും, അമ്മ ഞാനാണെങ്കിൽ ബൈബിള് മേടിച്ചിട്ട് വരാം, ഞാൻ പോയിട്ട് വരാം അമ്മേന്ന് പറയും. അങ്ങനെ ഈ മേരി ജോൺസിന്റെ അമ്മ വിചാരിക്കും, ആഗ്രഹം കൊണ്ട് പോവല്ലേ, പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തത്തില്ല. അങ്ങനെ ആവശ്യമുള്ള ഫുഡും വാട്ടറും അതൊക്കെ കൊടുത്തു വിടും. അങ്ങനെ ഈ മേരി ജോൺസ് ചെരുപ്പ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ മേരി ജോൺസ് രാവിലെ ഇറങ്ങിയ മേരി ജോൺസ് അവിടെ പാസ്റ്ററിന്റെ വീട്ടിലെത്തിയപ്പം സന്ധ്യയായി. 42 കിലോമീറ്റേഴ്സ് ആയിരുന്നു. അങ്ങനെ ആ പാസ്റ്ററിന്റെ അടുത്ത് മേരി ജോൺസ് സംഭവിച്ച കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കും. പാസ്റ്ററെ എനിക്കൊരു ബൈബിള് വേണം, ഞാൻ 6 വർഷം ഇതിന് കഷ്ടപ്പെട്ട്, പാസ്റ്റർ എനിക്കൊരു ബൈബിൾ തരുമെന്ന് ചോദിക്കും. ഇതൊക്കെ കേൾക്കുമ്പം പാസ്റ്റർ അങ്ങ് അത്ഭുതപ്പെട്ടു. ഈ കൊച്ച് 10 വയസ്സൊട്ട് ഇപ്പൊ 16 വയസ്സായില്ലേ, അങ്ങനെ ഇപ്പൊ ഈ കൊച്ച് ഇത്രയും വർഷം കഷ്ടപ്പെട്ടു എന്ന് പാസ്റ്റർ ആശ്ചര്യമായിപ്പോവും. അങ്ങനെ പാസ്റ്ററിന് സന്തോഷം വരും.
അങ്ങനെ ഈ പാസ്റ്റർ മേരി ജെൻസിന്റെ അടുത്ത് പോയി പറയും, മേരി ജെൻസെ ഇപ്പൊ എന്റെ 3 ബൈബിളേ ഉള്ളൂ, പക്ഷെ അത് 3ഉം ഓർഡർ ആയിപ്പോയി, ഇനി ഞാൻ അടുത്ത പ്രാവശ്യം തരാം എന്ന് പറയും. അത് കേൾക്കുമ്പോ തന്നെ മേരി ജെൻസ് താഴെ വീടങ്ങ് കിടന്ന് കരയും. പാസ്റ്ററെ അങ്ങനെ പറയല്ലേ പാസ്റ്ററെ എന്ന് പറഞ്ഞ് മേരി ജെൻസ് തോന്നി കിടന്ന് കരയും. അങ്ങനെ പാസ്റ്ററിന് ഈ കൊച്ചു ബൈബിളിൽ വേണ്ടി ഇത്രയും കിടന്ന് കരയുന്നെന്ന് പറഞ്ഞ് പാസ്റ്റർ ആണെങ്കിൽ മനസ്സിൽ തോന്നി പാസ്റ്റർ അകത്ത് പോയിട്ട് ആ 3 ബൈബിളും മേരി ജെൻസിന് കൊടുക്കും. എന്നിട്ട് പറയും, മേരി ജെൻസ് ഇനി ഞാൻ ഓർഡർ ചെയ്ത ആളുടെ അടുത്ത് ഞാൻ പിന്നെ കൊടുത്തോളാം, ഈ 3 ബൈബിളും വെച്ചോളാം പറയും. അത് കിട്ടുമ്പോ തന്നെ മേരി ജെൻസ് സന്തോഷത്തോടെ അതിനെ 3നെ ഹഗ് ചെയ്തിട്ട് പോവും. അങ്ങനെ പാസ്റ്റർ പറയും, മേരി ജെൻസ് ഇപ്പൊ നല്ലതായിട്ട് ഇരുട്ടി, ഇനി നാളെ ടുമാറോ പോയാൽ പോരെയും ചോദിക്കും. അങ്ങനെ മേരി ജെൻസ് ആ പാസ്റ്ററിന്റെ വീട്ടിൽ നിൽക്കും, പിന്നെ പോവും. അങ്ങനെ ഈ പാസ്റ്ററിനൊരു ഐഡിയ വരും. ആ ബൈബിളും മേരി ജെൻസ് കൊണ്ടുപോയി. അങ്ങനെ പാസ്റ്ററിനൊരു ചെറിയൊരു ഐഡിയ വരും. ഇങ്ങനത്തെ കൊച്ചുങ്ങൾക്ക് വേണം കൊടുക്കാൻ, ഇങ്ങനത്തെ എത്രയോ പേര് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്ററിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് എല്ലായിടത്തും പറയും, നമുക്കൊരു ബൈബിൾ സൊസൈറ്റി തുടങ്ങിയേ പറ്റത്തുള്ളൂ, ഒരുപാട് പേർക്ക് ബൈബിൾ ഇല്ലാതിരിക്കണം, അപ്പൊ നമുക്ക് അവർക്ക് ബൈബിള് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പാസ്റ്റർ പറയും. അങ്ങനെ ആ ഐഡിയ ദൈവമാണ് കൊടുത്തത്. ഈ മേരി ജെൻസ് മുഖാന്തരമാണ് ഈ ബൈബിള് ഇറങ്ങാൻ കാരണം. ഇപ്പം കണ്ടേ എല്ലാവരുടെ ബൈബിളിലും ഉണ്ട് കണ്ടേ ബൈബിൾ സൊസൈറ്റിയില്. ഈ ബൈബിൾ സൊസൈറ്റി ആ മേരി ജെൻസ് മുഖാന്തരമാണ് ആ ബൈബിൾ സൊസൈറ്റി തുടങ്ങിയത്. അപ്പൊ നമ്മളെല്ലാവരും യേശുപ്പച്ചനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്നതാണ് നമ്മൾ ദൈവത്തിനോട് സംസാരിക്കുന്നത്. പ്രേയർ ഈസ് ടോക്കിംഗ് ടു ഗോഡ്. അപ്പം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്? ഈ വചനം, ഈ ബൈബിൾ വചനത്തിൽ കൂടെയാണ് ദൈവം നമ്മളെടുത്ത് സംസാരിക്കുന്നത്. ഇപ്പൊ എല്ലാവരുടെയിലും ബൈബിൾ ഉണ്ടല്ലോ. അപ്പൊ പണ്ടാണെങ്കിൽ ഒരു വീട്ടിൽ ഒരൊറ്റ ബൈബിളേ കാണത്തുള്ളായിരുന്നു, ഒരു കുടുംബത്തിൽ ഒരൊറ്റ ബൈബിളായിരുന്നു. ഇപ്പൊ എങ്ങനാ? ഇപ്പൊ ഒരു വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാരുടെ ബൈബിൾ ഉണ്ട്. ചില ആൾക്കാർക്ക് ഒരാൾക്കാണെങ്കിൽ ചില ആൾക്കാർക്ക് 4, 2, 5 ഭയങ്കര ബൈബിളായി. പക്ഷെ അവർക്ക് അതിന് വിലയില്ല, അത് വായിക്കത്തില്ല. നമ്മൾക്ക് സമയമില്ലല്ലോ, വായിക്കത്തില്ല നമ്മള്. അപ്പൊ നമ്മൾ ഇനി എല്ലാ ദിവസവും ഈ ബൈബിള് വായിക്കണം. ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, വചനം വഴിയായി തന്നെ സമസ്തവും ഉലകത്തിലും ഉണ്ടായിരുന്നു. വചനം, തിരുവചനം, ദൈവവചനം, നിത്യവചനം, ജീവദായക വചനം, സൃഷ്ടി ചെയ്തൊരു വചനം, സൃഷ്ടി ചെയ്തൊരു വചനം. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.